നാളത്തെ വിശേഷം എല്ലാവർക്കും അറിയാലോ. നാളെ മേടം 10, അതായത് 10-ാം ഉദയം. ഈ 10-ാം ഉദയത്തിന് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഈ വയനയപ്പം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ കുറച്ച് വയനയില പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു കൊച്ചു വയന നിൽപ്പുണ്ട്. ഒരു കൊച്ചു വയനയല്ല കേട്ടോ, 3-4 കൊച്ചു വയനകൾ അവിടെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട്. ഇപ്പം 10-ാം ഉദയം ആവണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഈ വയനയപ്പം കഴിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ഇതിൽ നിന്ന് ഇല അടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഗോതമ്പ് മാവുണ്ട്, 4 പഴം, പാളയംകുളം പഴമാണ്. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ഏലക്കയാണ്. ചെറുതായിട്ടൊന്ന് ക്രഷാക്കിയ ഏലക്കയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. പിന്നെ 1 കിലോയോളം ശർക്കര തന്നെ പാണിയാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും മാവ് സോഫ്റ്റ് ആവുകയും വയനയപ്പത്തിനും അതേ സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും. ഈ മാവ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് വയനയിലയിലോട്ട് വയ്ക്കണം. കോൺ പോലെ ആക്കി, കുമ്പിൾ പോലെ ആക്കി വയ്ക്കുന്നവരുണ്ട്. അതിന് ചില സ്ഥലങ്ങളിൽ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പക്ഷേ ഈ രീതിയിലാണ് സെറ്റാക്കി വയ്ക്കുന്നത്. ഈ രീതിയിലാകുമ്പോൾ പിന്നെ ഈർക്കിലി ഒന്നും ഉപയോഗിക്കേണ്ട, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാനിനി ആവിയിൽ വേവിക്കാൻ പോവുകയാണേ. എല്ലാം വെച്ച് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ല സ്വാദിഷ്ടമായ വയനയപ്പം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.